ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ലറാവൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ ഒരു ബേസിക് റൂട്ട് എങ്ങനെയാണ് റൗട്ടുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു അല്ലേ. റൗട്ടുകൾ സെറ്റ് ചെയ്തു. അതിൽ നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ ഹോം URL ഹെലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഈ ഹെലോ വരുന്നത് ബ്ലേഡിൽ നിന്നാണ്. എങ്ങനെയാണ് ബ്ലേഡ് വ്യൂവിൽ കൊണ്ടുവരിക എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ എബൌട്ട് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ഇത് അതുപോലെ എബൌട്ട് കൊണ്ടുവന്നു. നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ സ്ലാഷ് എബൌട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എബൌട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് വ്യൂ ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഒരു സ്ട്രിങ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്താൽ മതി. ഇപ്പോൾ സർവീസ് എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സർവീസ് എന്നടിച്ച് കഴിഞ്ഞാൽ സർവീസ് പേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തത് വരുത്തി. ഓക്കെ, ഇനി നമുക്കിതൊരു കറക്റ്റ് ഒരു പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ലറാവലിൻ്റെ MVC സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, MVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MVC എന്നാണ്. MVCയിൽ മോഡൽ വ്യൂ കൺട്രോളർ, ഇതാണ് MVC എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഓൾറെഡി വ്യൂ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിപ്പോൾ. ഇപ്പോൾ വ്യൂ നമ്മളിവിടെ ഓൾറെഡി ചെയ്തു അല്ലേ. അതായത് നമുക്ക് നമ്മുടെ HTML ഫയലിനാണ് നമ്മൾ ഇവിടെ വ്യൂ എന്ന് പറയുന്നത്. വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാവും, അത് ബ്ലേഡായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്ത ബ്ലേഡിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നത് HTML ആണ്. അപ്പോൾ വ്യൂ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇനി അതെങ്ങനെയാണത് ഒരു റൗട്ടിൽ നിന്ന് കൺട്രോളിൽ പോയി കൺട്രോളിൽ നിന്ന് ഒരു വ്യൂവിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മോഡൽ ഒന്ന് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ റൗട്ടിൽ നിന്ന് കൺട്രോളിൽ പോയി കൺട്രോൾ ത്രൂ വ്യൂവിലേക്ക് വരുന്നൊരു രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടത് എന്താണ്, നമ്മളൊരു കൺട്രോളർ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയാണ് കൺട്രോളർ ഉണ്ടാക്കുക നോക്കാം. ജസ്റ്റ് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, പുതിയ ടാബ് എടുക്കാം. സർവ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കട്ടാക്കരുത്. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവ് നിൽക്കും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ അത് വർക്കാവില്ല, കാരണം സർവർ എപ്പോഴും റൺ ആവണം. അപ്പോൾ ഓൾറെഡി സർവർ നമ്മൾ PHP ആർട്ടിസാൻ സെർവ് എന്ന് പറഞ്ഞ് റണ്ണാക്കണം. ഇനി റീഫ്രഷ് ചെയ്യുമ്പോൾ സർവർ റണ്ണായി. അതിന് ശേഷം പുതിയൊരു ടാബ് എടുത്തിട്ട് അതിലെന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സെർവ് ചെയ്യുന്ന സാധനം ഒരിക്കലും ക്ലോസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മളൊരു കൺട്രോൾ ഉണ്ടാക്കാൻ പോവാണ്. കൺട്രോളർ ഉണ്ടാക്കാനും ഒരു കമാൻഡ് ഉണ്ട്, PHP ആർട്ടിസാൻ എന്നടിക്കുക. അതിന് ശേഷം എന്താണ് മേക്ക് ചെയ്യേണ്ടത്, കൺട്രോളർ എന്നടിക്കുക. സ്പേസ് ഇട്ടിട്ട് കൺട്രോളിൻ്റെ ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഹോം കൺട്രോളർ എന്നാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. PHP എന്നടിക്കുക ആർട്ടിസാൻ. ഈ PHP ആർട്ടിസാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്ത് കമൻറ്റിൻ്റെ ലറാവൽ അടിക്കുമ്പോഴും ഫസ്റ്റ് വൻ അടിക്കും. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് മേക്ക് കൊടുക്കുക, കോളൻ കൊടുക്കുക. എന്താണ് മേക്ക് ചെയ്യേണ്ടത്, ഒരു കൺട്രോളറാണ്. കൺട്രോളറിൻ്റെ പേര് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ അവിടെ വരും കൺട്രോളർ. ഇതിന് പാത്ത് വരും APP HTTP കൺട്രോൾസിൽ ഹോം കൺട്രോളർ ക്രിയേറ്റഡ് സക്സസ്ഫുൾ. അപ്പോൾ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതാണ്. കൺട്രോൾ ക്രിയേറ്റ് ആവുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ കാണിച്ചു. ആപ്പിൻ്റെ ഉള്ളിൽ HTTPൻ്റെ ഉള്ളിൽ കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഹോം കൺട്രോളർ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്തിനാണിത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും ജസ്റ്റ് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ആദ്യം ജസ്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ഹോം പേജാണ്. ഓക്കെ, ഹോം പേജിൻ്റെ റൗട്ട് നമ്മളെങ്ങനെ സെറ്റ് ചെയ്തത്, റൗട്ടിൽ ഇത് ആ ഹോം പേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലെയിൻ URL വന്നിട്ട് റിട്ടേൺ വ്യൂ വെൽക്കം എന്ന് പറഞ്ഞ ബ്ലേഡ് റൺ ചെയ്താൽ മതി എന്നാണ്, നമ്മൾ റണ്ടർ ചെയ്താൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞു കൊടുത്തത്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് മാറ്റാണ് കേട്ടോ. ഓക്കെ, ഹോമിൻ്റെ URL മാത്രം ഞാൻ എന്താ ചെയ്യാൻ പോകണം നോക്കൂ. ഞാൻ അതിന് താഴെ തന്നെ എഴുതാം, റൗട്ട് ഗെറ്റ് നമ്മൾ URL കൊടുക്കുന്നു. അതിന് ശേഷം നമ്മുടെ കൺട്രോളർ ഹോം കൺട്രോളർ കൊടുത്തു, കോളൻ ക്ലാസ് കൊടുത്തു. ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ ഹോം എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മളൊരു നെയിമും കൂടെ കൊടുക്കുകയാണ്. അതായത് ഈ റൗട്ടിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ്, ഹോം തന്നെയാണ് നെയിമും. ഓക്കെ, ഇതിപ്പോൾ പുതുതായിട്ട് നമ്മൾ എഴുതിയതാണ്. നമ്മൾ നേരത്തെ ഉള്ള URL നമ്മളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പോയിട്ട് ഇവിടെ റൺ ചെയ്യാണ്. ജസ്റ്റ് സെയിം തന്നെ ഞാൻ റീഫ്രഷ് ചെയ്യാണ്, എൻ്റർ അടിച്ചു. എനിക്കിവിടെ എന്തോ ഒരു എറർ കിട്ടി. അതായത് അൺഡിഫൈൻഡ് മെത്തേഡ് കൺട്രോളർ ഹോം കൺട്രോളിൻ്റെ ഉള്ളിൽ
ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡില്ല. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഹോം കൺട്രോളറിൻ്റെ ഉള്ളിലെ ഹോം എന്ന മെത്തേഡിനെയാണ് ഇവിടെ കോൾ ചെയ്തത്. ഈ URL എപ്പോൾ വിളിക്കുന്നോ അപ്പോൾ വരേണ്ടത് ഹോം കൺട്രോളിലെ ഹോമാണ്. അപ്പോൾ ഹോം കൺട്രോളിൽ ഒരു ഹോം ഇല്ല എന്നാണ് ഇവർ പറയണത്. ശരിയാണ്, അതിൻ്റെ ഉള്ളിൽ ഞാൻ പോയിട്ട് ഹോം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നേരെ ഹോം കൺട്രോൾ എടുക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ പബ്ലിക് ഫങ്ഷൻ ഹോം, ജസ്റ്റ് വെറുതെ ഒരു ഹോം ഇട്ടു. അവിടെ ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ ഹോം അല്ലെങ്കിൽ ചെക്ക് ഹോം എന്നൊക്കെ കൊടുത്തു. ചെക്ക് ഹോം എന്ന് കൊടുത്തു. ഇനി ഞാൻ ഒന്നും കൂടെ പോയി റീഫ്രഷ് ചെയ്യട്ടെ. ചെക്ക് ഹോം വന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റൗട്ടിൽ പോയിട്ട് നമ്മുടെ URL നോക്കിയപ്പോൾ അവർ പറയണത് ഹോം കൺട്രോളിലെ ഹോമാണ് ഇവിടെ റിട്ടേൺ വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഹോം കൺട്രോളിലെ ഹോമിലേക്ക് പോയി. ഹോം കൺട്രോളിലെ ഹോം ഇതാണ്. ഹോം പോയപ്പോൾ അവിടെ എന്താ ഉള്ളത്, റിട്ടേൺ ചെക്ക് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. അതിവിടെ പ്രിൻ്റായി. ഓക്കെ, ഇനി ഞാനിവിടെ റിട്ടേൺ ചെക്കിന് പകരം നമ്മൾ നേരത്തെ അവിടെ കൊടുത്ത പോലെ ഒരു ബ്ലേഡ് കൊടുക്കാം. വ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്ലേഡ് ഉണ്ടായിരുന്നല്ലോ, വെൽക്കം എന്ന് പറഞ്ഞ ബ്ലേഡ്, അതിവിടെ കൊടുത്തു. അതിവിടെ കൊടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം വെൽക്കം. ഓക്കെ, എന്നിട്ട് അത് കൊടുത്തിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ ലോഡ് ചെയ്ത അതേ വെൽക്കം ബ്ലേഡ് നമ്മൾ കൺട്രോൾ ത്രൂ ലോഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ റൗട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, റൗട്ട് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ റൗട്ടിൽ നിന്ന് കൺട്രോളിലേക്ക് പോയി കൺട്രോളും കൂടെ ഉപയോഗിച്ചു. ഓക്കെ, എന്തിനാണ് ഇപ്പോൾ കൺട്രോൾ ഉപയോഗിക്കുന്നത്? നേരത്തെ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്താ ചെയ്താൽ പോലെയെന്നില്ല നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി വീഡിയോ ചെയ്യുന്നതോട് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതൊക്കെ. ജസ്റ്റ് സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോം കൺട്രോൾ അതിൽ ഹോം പറഞ്ഞ മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം ഇതെന്തായിരുന്നു, ഒരു സ്റ്റാറ്റിക് ആയിരുന്നു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അതിങ്ങനെ വരും. ഓക്കെ, ഈ ഹോമിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ അങ്ങനെ വരും എന്നല്ലാതെ ഇതൊന്നും മാറാനോ മാറ്റാനോ നമ്മളൊരു വേരിയബിൾസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊരു ഡെമ്മി ആയിട്ട് അങ്ങനെ ലോഡാക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കൺട്രോൾ ത്രൂ കാര്യങ്ങൾ പ്ലേഡിലേക്ക് അങ്ങനെ പാസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഞാൻ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ അശ്വിൻ എന്ന് കൊടുത്തു. ഓക്കെ, അതായത് വെറും അശ്വിൻ എന്ന് കൊടുത്തു. ഈ നെയിം ഞാൻ ഈ ബ്ലേഡിലേക്ക് പാസ് ചെയ്യണം. കണ്ടോളൂ, കോമ കൊടുത്തിട്ട് കോമ്പാക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ നെയിമിന് എന്ത് ചെയ്തു, ഈ കോമ്പാക്റ്റിലേക്ക് പാസ് ചെയ്തു. കോമ്പാക്റ്റ് ചെയ്ത് ഞാൻ ബ്ലേഡിലേക്ക് പാസ് ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഹോം കൺട്രോളർ ഈ വെൽക്കം എന്ന ഫയൽ എടുക്കുക കേട്ടോ. ഈ വെൽക്കം എന്ന ഫയലിൻ്റെ പേര് ഞാൻ തൽക്കാലം ഇവിടെ മാറ്റുകയാണ്, കൺഫ്യൂഷൻ ആവേണ്ട. അതിൻ്റെ പേര് ഞാൻ ഹോം എന്നാക്കുകയാണ്. home.blade.php ആക്കി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വെൽക്കം എന്ന് വിളിക്കുന്നതിന് പകരം ഇവിടെ ഹോം എന്ന് വിളിച്ചാൽ മതി ബ്ലേഡിനെ. അപ്പോൾ അത് കണക്റ്റ് ആയിക്കോളും. മനസ്സിലായല്ലോ? ഇതുവരെയും വെൽക്കം ആയിരുന്നു, ഞാൻ ഹോം ആക്കി. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഹോം കൺട്രോളർ, ഹോം മെത്തേഡ്, ഹോം വ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം ഒരു പേര് കൊടുത്താണ്. അപ്പോൾ അശ്വിൻ എന്ന പേര് ഞാൻ ഹോം എന്ന ബ്ലേഡിലേക്ക് ഇവിടെ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് എവിടെ എത്തിയിട്ടുണ്ടാവും? ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞ ബ്ലേഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ ഹായ് എന്നുണ്ടായിരുന്നു. ഹായ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഡെമ്മി പേര് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഇവിടുന്ന് പാസ് ചെയ്ത ഈ അശ്വിനെ ഇവിടെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വേരിയബിളിൻ്റെ പേരെന്താ, നെയിം. ഞാൻ എന്താ പാസ് ചെയ്താൽ നോക്കുക, ഇവിടെ എന്താ ഞാൻ പാസ് ചെയ്തത്, നെയിം. ഈ നെയിമിനെ ഇവിടെ വിളിച്ചാൽ മതി. അത് വെറുതെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നെയിം എന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് വരില്ല. നമുക്ക് നോക്കാം, ഹായ് നെയിം എന്നേ വരുള്ളൂ. അപ്പോൾ അത് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ വേരിയബിൾ യൂസ് ചെയ്യണം. അപ്പോൾ ബ്ലേഡിൽ വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ 2 ബ്രാക്കറ്റ് ഇടണം. കേളി ബ്രാക്കറ്റ് 2 ഇട്ടതിന് ശേഷം ആ വേരിയബിൾ അതുപോലെ ഇവിടെ എഴുതുക $നെയിം. അതായത് നെയിമിനെ അങ്ങോട്ട് പാസ് ചെയ്ത് അത് ഇവിടെ ഡോളർ വെച്ചിട്ട് വേരിയബിളായിട്ടാണ് വരിക. അത് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞ് ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് അശ്വിൻ എന്ന് പറഞ്ഞ് വരും. മനസ്സിലായോ? സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ലോജിക്കൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്പർ 1 10, അതേപോലെ തന്നെ നമ്പർ 2 20. ഇതിൻ്റെ ആൻസറാണ് നമുക്ക് ബ്ലേഡിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നം 3 വെക്കുന്നു, എന്നിട്ട് നം 1 പ്ലസ് നം 2 എന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ എന്ന് പറഞ്ഞിട്ട് വേരിയബിളിലേക്ക് എന്ന വേരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നു.
നമ്പർ നമ്മൾ ആൻസർ ആക്കി. അപ്പോൾ ഇതിലുള്ള ഉത്തരം എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വേരിയബിളിനെ വിളിക്കുന്നു, പാസ് ചെയ്യുന്നു, ആൻസർ ഇസ് 30 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ഓപ്പറേഷനും ഇതിപ്പോൾ ഒരു ഡമ്മി ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇവിടെ നടക്കുന്ന എത്ര വലിയ ഓപ്പറേഷൻ ആയിരുന്നു, ലോജിക്കൽ കാര്യങ്ങളായിരുന്നു, എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂസ് നമ്മൾ ബ്ലേഡിലേക്ക് പാസ് ചെയ്യുന്നു. ബ്ലേഡ് അതെന്ത് ചെയ്യുന്നു? വൃത്തിയാക്കിയിട്ട് നമ്മളെ യൂസറിനെ കാണിക്കുന്നു. ഇതൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതിപ്പോൾ HTML ആണ്, നമുക്ക് ഏത് രീതിയിൽ എന്ത് ചെയ്യാം, ഇത് സ്റ്റൈൽ ചെയ്യാം, അലൈൻ ചെയ്യാം, എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് HTML ആയിട്ട് വരുന്നു. നമ്മൾ യൂസർ കാണുമ്പോൾ ജസ്റ്റ് അത് എന്ത് ചെയ്യുന്നു, അവർക്ക് അവരുടെ രീതിയിൽ കാണുന്നു. പക്ഷേ നമ്മളിവിടെ ചെയ്തെന്താ, സാധാ ഒരു HTML ഫയലിൽ നമ്മൾ ഡൈനാമിക് വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ട് എന്താണോ അത് കൊടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കൺട്രോളർ ഉപയോഗിക്കുന്നത്, അതിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കുന്നതൊക്കെ അതിനാണ്. ഓക്കെ, അപ്പോൾ എന്താ കൺട്രോളർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ? നമ്മൾ റൗട്ട് പോയിട്ട് റൗട്ടിനെ ഒരു കൺട്രോളിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇതുപോലെ ഹോം കൺട്രോളർ, അതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് കൊടുത്താൽ ഇത് നേരെ ഈ റൂട്ടിലേക്ക് എപ്പോഴൊക്കെ ഈ റൂട്ടിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ അത് ഈ ഹോം കൺട്രോളിലെ ഹോം എന്ന മെത്തേഡിലേക്കാണ് വരിക. ആ ഹോം എന്ന് പറഞ്ഞ മെത്തേഡ് എന്താണ്? അതിനുള്ളിൽ ഉണ്ടാവും. ഹോം കൺട്രോളർ പോയിട്ട് അവർ ഹോം പറഞ്ഞ മെത്തേഡ് ഉണ്ടോ എന്ന് നോക്കും ആദ്യം. അപ്പോൾ ഇവിടെ അതുണ്ട്. ഇനി ഇത് ഞാൻ തെറ്റിച്ച് കൊടുക്കുകയാണ്, ഹോംസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഹോം എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല നമ്മുടെ അടുത്ത്. ഹോം കൺട്രോളറിൽ ഹോം എന്ന് പറഞ്ഞ മെത്തേഡേ ഇല്ല. അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ എറർ അടിക്കും, ഇങ്ങനെ ഒരു മെത്തേഡ് ഹോം എന്ന് പറഞ്ഞ മെത്തേഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഹോം കൊടുത്തു. ഹോമിൽ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ പേരാണെങ്കിൽ പേര് എന്തും ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലേഡിലേക്ക് പാസ് ചെയ്യുന്നു. ഇനി ഒന്നും പാസ് ചെയ്യാത്ത ബ്ലേഡുകളും ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അതിങ്ങനെ നമ്മൾ ഫസ്റ്റിൽ പഠിച്ച പോലെ റിട്ടേൺ വ്യൂ മാത്രം കൊടുത്താൽ മതി. ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ബ്ലേഡിലൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ വേരിയബിളൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കൊടുത്താൽ മതി. അത് വർക്കായി. ഇതാണ് വ്യൂ ആൻഡ് കൺട്രോൾ തമ്മിലുള്ള കണക്ഷൻ. കൺട്രോളിൽ നിന്ന് വ്യൂയിലേക്ക് പാസ് ചെയ്യുന്നു, റൗട്ട് എടുക്കുന്നു, റൗട്ടിൽ നിന്ന് കൺട്രോളിലേക്ക് പാസ് ചെയ്യുന്നു, കൺട്രോളിൽ നിന്നും ബ്ലേഡിലേക്ക് അതായത് വ്യൂയിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് മോഡൽ എന്താണെന്നുള്ളത് നോക്കാം. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഡാറ്റാബേസിലെ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലറാവൽ കൊടുക്കുന്നതാണ് മോഡൽ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ഒരു ടേബിൾ വേണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡാറ്റാബേസ് വേണം. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പഠിക്കാം. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഡാറ്റാബേസിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി MySQL എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് ആണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക, നമ്മളാദ്യം MySQL ഇൻസ്റ്റാൾ ചെയ്യണം. അതൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഹെഡ് ആണെങ്കിലും സാമ്പ് ആണെങ്കിലും ഒക്കെ MySQL ഉണ്ടാവും. ഞാനിതിൽ ഇൻസ്റ്റാൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ PHP MyAdmin വരിക. ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ വരും. നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു, പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ലാറവൽ പ്രാക്ടീസ് എന്ന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് നമ്മളിങ്ങനെ കോപ്പി എടുക്കും. ഓക്കെ, ഇനി നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് ENV എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും നമ്മുടെ പ്രൊജക്റ്റിൽ. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ DB കണക്ഷൻ SQLite എന്നുള്ളത് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കൽ ഡീഫോൾട്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാറ്റുന്നു, MySQL എന്നാക്കുന്നു. ഈ കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലൈനുകളും അൺകമൻറ്റ് ചെയ്യുക. ഹോസ്റ്റ് മാറ്റേണ്ട, പോർട്ട് നിങ്ങളുടെ ഡാറ്റാബേസിൻ്റെ പോർട്ട് എന്താണെന്ന് നോക്കുക, ഡീഫോൾട്ടായിട്ട് തന്നെ ആവും. അത് ചെയ്യുന്നു. പിന്നെ DB ഡാറ്റാബേസിൻ്റെ പേര് നമ്മൾ ഇവിടുന്ന് കോപ്പി എടുത്തു. അത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. യൂസർ നെയിം റൂട്ട് തന്നെ ആവും. പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡാറ്റാബേസിന് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. സാമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ബ്ലാങ്ക് തന്നെ ആയിരിക്കും. ഞാൻ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റാബേസ് അങ്ങനെ ENV സേവ് ചെയ്യുക. അത്രയും കൊടുത്തതിന് ശേഷം ENV നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് കണക്റ്റ് ആയി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ മൈഗ്രേഷൻസിൽ പോവുക. ഇവിടെ ഓൾറെഡി കുറച്ച് ടേബിൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് യൂസർ ടേബിൾ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഇതിൽ കണ്ടോ യൂസർ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യാനുള്ള മൈഗ്രേഷൻ ഫയൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. ക്രിയേറ്റ് ആയിട്ടില്ല. ആ ടേബിൾ എങ്ങനെ വേണം എന്നുള്ളവർ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ സ്കീമ. അതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു ID വേണം, അതിനൊരു പേര് നെയിം എന്ന് പറഞ്ഞൊരു ഫീൽഡ് വേണം സ്ട്രിങ് ടൈപ്പിൽ. ഇമെയിൽ എന്ന് പറഞ്ഞൊരു ഫീൽഡ് വേണം സ്ട്രിങ് ടൈപ്പിൽ. ഇമെയിൽ വെരിഫൈഡ് ആയിട്ട് വേണം, അത് ടൈം സ്റ്റാമ്പിലാണ് വേണ്ടത്. പിന്നെ ഒരു പാസ്വേഡ് സ്റ്റോർ ചെയ്യാനുള്ളൊരു കോളം വേണം, അതും സ്ട്രിങ് ടൈപ്പിൽ. പിന്നെ ഇവിടെ വേറെ പാസ്വേഡ് റീസെറ്റ് പറഞ്ഞ ടേബിളിൻ്റെ സ്കീമുണ്ട്. സെഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ടേബിളുണ്ട്. ഇതൊക്കെ ഡീഫോൾട്ട് നമ്മളിത് ലറാവൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും ഇപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട.
ജസ്റ്റ് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിനി പുതിയ മൈഗ്രേഷൻ ഫയൽ ഉണ്ടാക്കും, അത് വെച്ച് മോഡലൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ ടേബിൾ കണ്ടോ, അതിൻ്റെ സ്കീമ കണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ഫീൽഡ്, കുറേ ഫീൽഡിൽ ആവശ്യമില്ല. ഇപ്പോൾ ഇമെയിൽ വെരിഫൈഡ് ആയിട്ട് ഞാൻ കളയാണ്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് എന്താ, ഇമെയിൽ യൂണീക്ക് അവിടെ കിടക്കട്ടെ. ഒരു യൂസറാട്ടത്. യൂസർ എന്ന് പറഞ്ഞാൽ കുറച്ച് യൂസേഴ്സിനെ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, കുറേ യൂസേഴ്സിനെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഓലെ ടേബിൾ ഡിസൈൻ ചെയ്യണം, എങ്ങനെയൊക്കെ ഏതൊക്കെ ഫീൽഡ് വേണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പേര് വേണം, ഇമെയിൽ വേണം, പാസ്വേഡും വേണം, പിന്നെ വേണമെങ്കിൽ ഞാനൊരു മൊബൈലും കൂടി കൊടുക്കാം, ഫോണും കൂടെ കൊടുക്കാം. ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇതേ സാധനം കോപ്പി എടുക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പഠിക്കാം കേട്ടോ. ഈ സ്ട്രിങ്ങിന് പകരം കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ മൊബൈലാണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രിങ് തന്നെ വേണമെന്നില്ല, അവിടെ ജസ്റ്റ് ഇൻറ്റീജർ കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനിൽ നോക്കിക്കോളൂ, മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്ട്രിങ്, ഇൻറ്റീജർ പല കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാനൊരു ഫോണും കൂടെ കയറ്റി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീൽഡാണ് ഇനി യൂസർ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വരിക. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഈ ഫയലുകൾ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫയലുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഉണ്ടാക്കി വെച്ച ഫയൽ നമ്മളൊന്ന് എഡിറ്റ് ചെയ്തു. ഇനി ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് റൺ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റാബേസ് പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്താൽ ഇതിലൊന്നുമില്ല, ബ്ലാങ്ക് ആണ്, ഒരു ടേബിൾ വന്നിട്ടില്ല. അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നതാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് എന്ന് അടിക്കുന്നതോട് കൂടിയിട്ട് ഈ ഫയലുകളൊക്കെ ഇതിൻ്റെ സ്കീമുകളും ടൈപ്പുകളും വെച്ചിട്ട് ഓരോ ടേബിൾസ് ആയിട്ട് വരും. ഇനി മൈഗ്രേറ്റ് അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്, ക്രിയേറ്റ് മൈഗ്രേഷൻ ടേബിൾ, റണ്ണിങ് മൈഗ്രേഷൻ, യൂസർ ടേബിൾ, അതായത് ഈ 3 ഫയലുകളാണ് ഈ കിടക്കുന്നത്. അതൊക്കെ റണ്ണായി. ഇനി നമ്മൾ പോയിട്ട് റീഫ്രഷ് ചെയ്യാമല്ലേ, നമ്മൾ ഡാറ്റാബേസിൽ റീഫ്രഷ് ചെയ്യാണ്. ഓക്കെ, കുറേ ടേബിൾസ് വന്നു അല്ലേ. അതായത് ഇതിൽ 3 ഫയലുള്ളെങ്കിലും ഓരോ ഫയലിൻ്റെ ഉള്ളിലും 2-3 ടേബിൾസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഓരോ ഫയലിൻ്റെ ഉള്ളിലും 2-3 ടേബിൾസ് ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു 9 ടേബിൾ ഇവിടെ ക്രിയേറ്റായി, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ യൂസറിൻ്റെ ടേബിൾ ഇവിടെ കാണുന്നുണ്ട് കണ്ടോ, യൂസേഴ്സ് ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ ആണ്, നമ്മൾ ഇവിടുത്തെ ഫീൽഡുകൾ ഇവിടെ വന്നു. വേണമെങ്കിൽ സ്ട്രക്ചർ എടുത്ത് നോക്കാം, അപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. നെയിം, ഇമെയിൽ, ഫോൺ നമ്മൾ പുതിയതായിട്ട് കൊടുത്താണ്, പാസ്വേഡ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇപ്പോൾ ഈ ക്രിയേറ്റഡ് അറ്റും അപ്ഡേറ്റഡ് അറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ലൈൻ ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ID എന്നുള്ളത് ഇങ്ങനെ ലൈൻ കൊടുത്തുകൊണ്ട് വന്നതാണ്. ആ ടോക്കൺ എന്ന് പറഞ്ഞത് ഇങ്ങനെ ലൈൻ കൊടുത്തുകൊണ്ടാണ് ഈ ടോക്കൺ വന്നത്, ഇവിടെ റിമെമ്പർ ടോക്കൺ വന്നതൊക്കെ. അപ്പോൾ അത് ഡീഫോൾട്ടായിട്ട് അവിടെ അങ്ങനെ കൊടുക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ടേബിൾ കണക്ട് ചെയ്തതാണ്. ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണല്ലോ മോഡൽ ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഡാറ്റാബേസിനെ ആദ്യം കണക്ട് ചെയ്തു, ഡാറ്റാബേസ് ആദ്യം ഉണ്ടാക്കി. ലാറവൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് നമ്മളിവിടെ വന്നിട്ട് ന്യൂ അടിച്ചിട്ട് ഒരു ഡാറ്റാബേസ് ഇവിടെ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കിയ ഡാറ്റാബേസ് നമ്മൾ നേരെ ENVയിൽ പോയിട്ട് നമ്മളിവിടെ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് അത് കണക്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി. ഓക്കെ, കറക്റ്റാണ്. അതിന് ശേഷം നമ്മളെന്താ ചെയ്തത്, നമ്മൾ ഡാറ്റാബേസിൻ്റെ ഫോൾഡർ പോയിട്ട് മൈഗ്രേഷൻസ് എടുത്തു. ഇവിടെയാണ് നമ്മൾ ഓൾറെഡി ഉള്ള ഡീഫോൾട്ട് ടേബിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ജസ്റ്റ് യൂസറുടെ ടേബിൾ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് എൻ്റെ 2-3 ഫീൽഡ് ഞാനിവിടെ കയറ്റി, 2-3 ഫീൽഡല്ല, ഒരു ഫീൽഡ് ഇവിടെ കയറ്റി, എന്നിട്ട് മൈഗ്രേറ്റ് അടിച്ചോട് കൂടിയിട്ട് അത് മൊത്തം ടേബിളായിട്ട് നമ്മളിവിടെ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് വീഡിയോ നിർത്തി ഒന്നും കൂടെ ഫസ്റ്റോട്ടൊന്ന് കാണുക, ക്രിയേറ്റ് ചെയ്യുന്ന ടൈം തൊട്ടിട്ട്. ഓക്കെ, ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വീണ്ടും ഹോം കൺട്രോളർക്ക് വന്നു കേട്ടോ. ഇനി എനിക്ക് യൂസർ എന്ന് പറഞ്ഞ ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടായില്ലേ, ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിൾ കണക്ട് ചെയ്യുന്നത് യൂസർ എന്ന് പറഞ്ഞ മോഡലിനെ ആയിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി, ഞാനത് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് യൂസേഴ്സ്, ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ടേബിളിൻ്റെ പേരാണ്. അപ്പോൾ ഈ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് യൂസർ എന്ന് പറഞ്ഞ മോഡലാവും. അതായത് സിംഗുലർ പ്ലൂറൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നാളെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ അതിന് കൂടുതൽ മോഡലും കൂടി ഉണ്ടാക്കും. അതെന്തായിരിക്കും, കസ്റ്റമർ എന്നാവും. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞ മോഡൽ എപ്പോൾ വിളിക്കുന്നോ അപ്പോഴൊക്കെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള ഡാറ്റകൾ മുഴുവൻ നമുക്ക് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞ മോഡൽ ഞാൻ വിളിക്കുമ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ പറ്റും. ഇനി ഞാൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിളാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ മോഡലായിട്ട് വരിക.
ഓക്കെ, ഇനി അതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഡാറ്റാ ബേസിൽ പോയിട്ട് മൈഗ്രേഷനിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് മൈഗ്രേഷൻ ചെയ്തില്ലേ, അതേപോലെ ഈ യൂസർ എന്ന് പറഞ്ഞ ആൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ടൊരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ ഉള്ളതാണ്. ഇനിയുള്ളതൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, പക്ഷേ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞുള്ള സാധനം നമ്മൾ എടുത്തു, അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അതേപോലെ തന്നെ യൂസർ എന്ന് പറഞ്ഞ മോഡലും ഇവിടെ ഉണ്ട്. ആപ്പിൽ പോയാൽ മോഡൽസിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, പിന്നീട് നോക്കാം. ഇതൊക്കെ ഞാൻ കളയാം. ഇതൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ക്ലാസ് മാത്രം അവിടെ കീപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇതാണ് ഒരു മോഡൽ, ഇതാണ് കറക്റ്റ് ഒരു മോഡൽ. മോഡലിൻ്റെ നെയിം സ്പേസ് ഉണ്ടാവും, ആ മോഡലിൻ്റെ പേര്. ഇത് ഓതൻറ്റിക്കേഷൻ സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡലും ഡീഫോൾട്ടായിട്ട് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, കൺട്രോളർ കിട്ടി, ഒരു മോഡൽ കിട്ടി, നമ്മൾ ടാബിളും ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മുടെ ഹോം കൺട്രോളർ ആണല്ലോ, അതിനുള്ള ഫംഗ്ഷൻ ആണല്ലോ. ഇതിൽ നമുക്ക് ഇനി മോഡലിൻ്റെ കാര്യങ്ങളും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ മോഡലും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മളിനി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. MVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു മോഡൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. അതിപ്പോൾ ഓൾറെഡി യൂസറിൻ്റെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടാക്കും. ഒരു പുതിയ മോഡൽ ഉണ്ടാക്കാൻ പഠിക്കും. അതുപോലെ തന്നെ മൈഗ്രേഷൻ ഉണ്ടായി ടേബിളാക്കാൻ പഠിക്കും. അപ്പോൾ മോഡൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ MVCയിലെ മോഡലാണ്. പിന്നെ ഉള്ളത് വ്യൂ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ നോക്കി. നമ്മൾ വ്യൂ വെച്ചിട്ട് നമ്മുടെ HTML ഫയൽ അതിനെ ലോഡ് അയക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡാണ് നമ്മൾ യൂസ് ചെയ്യുക അതിൽ. അപ്പോൾ വ്യൂ വെച്ചിട്ട് ബ്ലേഡിനെ ലോഡാക്കുക, ബ്ലേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, കാര്യങ്ങൾ ഡാറ്റകളിലേക്ക് പാസ് ചെയ്യുക. ഇതാണ് വ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MV എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഉള്ളത് C ആണ്. C എന്നുള്ളത് കൺട്രോളർ. എന്താണ് കൺട്രോളർ എന്നും, കൺട്രോൾ ത്രൂ മെത്തേഡുകൾ ഉണ്ടാക്കാനും ആ മെത്തേഡിലേക്ക് റൗട്ടിനെ പാസ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. റൗട്ട് ഉണ്ടാക്കുന്നു, ഒരു കൺട്രോളർ ഉണ്ടാക്കുന്നു, അതിലെ മെത്തേഡ് ഇവിടെ വെക്കുന്നു. ആ മെത്തേഡ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങൾ നോക്കാനും പാസ് ചെയ്യാനൊക്കെ പറ്റും. നാളെ മുതൽ നമ്മൾ മോഡലും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോഡലത്തെ ഡാറ്റകൾ, ഇപ്പോൾ യൂസറിൻ്റെ ഡാറ്റകളൊക്കെ എടുത്തിട്ട് അതും കൂടി പാസ് ചെയ്യാൻ പഠിക്കും. അപ്പോഴാണ് ഇത് കറക്റ്റ് ഒരു MVC ആർക്കിടെക്ചറിൽ പോകുന്ന ഒരു ഫ്രെയിം വർക്ക്, അതുപോലെ പ്രൊജക്റ്റ് എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ MVCയുടെ കുറച്ച് വർക്കിംഗ് പ്രാക്ടീസുകളും കുറച്ച് എക്സാമ്പിൾസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇത് ജസ്റ്റ് ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.